യേശുവിൻ്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവാക്യം. ഈശോ അരുളി ചെയ്തു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾക്ക് ദാനമായി അങ്ങ് നൽകിയിരിക്കുന്ന ഈ ജീവിതത്തിൽ അങ്ങ് വളരെ വ്യക്തമായി ഇന്ന് അരുളി ചെയ്യുന്നവല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. കാരുണ്യവാനായ ദൈവമേ, പലപ്പോഴും അങ്ങ് ദാനമായി എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെയും ഉയർച്ചകളെയും അഭിഷേകത്തെയും ഓർത്ത് ഞാൻ നന്ദിയോടെ വ്യാപരിക്കാതെ അഹങ്കാരത്തോടെ മതിമറഞ്ഞ് ദീപിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, തിരുവചനത്തിൽ ഇന്നങ്ങ് വ്യക്തമായി എന്നെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനമാണ് എന്നും അങ്ങയുടെ സ്നേഹമാണ് എന്നും. കർത്താവേ, അങ്ങാണ് എന്നെ അനുഗ്രഹിക്കുന്നതെന്നും അങ്ങാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നതെന്നും അങ്ങാണ് എനിക്ക് ഈ അവസരങ്ങൾ മുഴുവൻ നൽകിയതെന്നും അങ്ങാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ നൽകിയതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിയോടെ ഈ ലോകത്തിൽ ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കുവാൻ ദൈവമേ ശക്തിപ്പെടുത്തണമേ എന്നും അനുഗ്രഹിക്കണമേ എന്നും അപ്രകാരമൊരു ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും എന്നെ കൈപിടിച്ച് നടത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മതിമറന്നു ജീവിക്കുവാൻ ഇന്നേ ദിവസം എന്നെ അനുവദിക്കരുതേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യൗസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി